പലപ്പോഴും സീരിയലിലെ നായികമാരെക്കാൾ കൂടുതൽ പ്രശസ്തി നേടുന്നത് വില്ലത്തിമാരാണ്. നായികമാരെ മറന്നാലും പലപ്പോഴും പഴയകാല സീരിയലിലെ പോലും വില്ലത്തിമാരെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട്. വില്ലത്തിയില്ലാത്ത സീരിയൽ മലയാളികൾക്ക് ചിന്തിക്കാൻ കൂടി ആകാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. അത്തരത്തിൽ ഒരു വില്ലത്തി തന്നെയാണ് സോനു സതീഷ്. സ്ത്രീധനം സീരിയലിലെ വില്ലത്തിയായ വേണിയായിട്ടാണ് പ്രേക്ഷകർക്ക് സോനുവിനെ പരിചയം. മത്യസുഖുവിന്റെ മകൾ വേണി എന്ന് പറഞ്ഞാൽ അറിയാത്ത സീരിയൽ പ്രേക്ഷകർ ആരും ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ഏഷ്യാനെറ്റിൽ തകർത്തോടിയ സ്ത്രീധനം, ഭാര്യ തുടങ്ങിയ സീരിയലുകളിലൂടെ സുപരിചിതയായ നടിയാണ് സോനു സതീഷ്. ഏഷ്യാനെറ്റിൽ വാൽക്കണ്ണാടി എന്ന പരിപാടി അവതരിപ്പിക്കാനെത്തിയ സോനു പിന്നീട് തിരക്കേറിയ ഒരു താരമായി മാറുകയായിരുന്നു. സ്ത്രീധനം സീരിയലിലെ വേണി എന്ന ഒറ്റ കഥാപാത്രം, ഒറ്റ വില്ലത്തി വേഷമാണ് സോനുവിന് ശ്രദ്ധ നേടിക്കൊടുത്തത്. നടി എന്നതിലുപരി ഒരു മികച്ച നർത്തകി കൂടിയാണ് സോനു. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സോനു കലാതിലകമായിട്ടുണ്ട്. ആ സമയത്താണ് ആദ്യമായി ടെലിവിഷനിലേക്ക് സോനുവിന് അവസരം ലഭിക്കുന്നത്. സൂപ്പർ ഡാൻസർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത ശേഷം വാൽക്കണ്ണാടി എന്ന പരിപാടിയിലേക്ക് അവതാരകയായി സോനു സതീഷ് എത്തുകയായിരുന്നു. അതിൽ ഒരു എപ്പിസോഡ് സജി സുരേന്ദ്രൻ കണ്ടതനുസരിച്ച് അദ്ദേഹം സോനുവിനെ മിനി സ്ക്രീനിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അങ്ങനെ ആദ്യമായി തുലാഭാരം എന്ന സീരിയലിൽ ഒരു നെഗറ്റീവ് റോളിനായി സോനു സതീഷ് ക്ഷണിക്കപ്പെട്ടു. 2 വർഷത്തിലധികം ഗുരുവായൂരപ്പൻ എന്ന സീരിയലിലും സോനു സതീഷ് അഭിനയിച്ചിട്ടുണ്ട്. നടി എന്നതിനു പുറമെ ഒരു പ്രൊഫഷണൽ ഡാൻസർ കൂടിയാണ് സോനു. ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം എന്നിവയിൽ സോനു അസാമാന്യ പ്രാവീണ്യം പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട്. പഠനകാര്യത്തിലും മിടുക്കിയാണ് ഈ സുന്ദരി. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG കഴിഞ്ഞു നിൽക്കുന്ന സോനു ഇപ്പോൾ കുച്ചിപ്പുടിയിൽ ഡോക്ടറേറ്റ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മർച്ചന്റ് നേവിയിൽ ഉദ്യോഗസ്ഥനായ K സതീഷ് കുമാറിന്റെയും ഡോക്ടർ ശ്രീകലയുടെയും മകളാണ് സോനു. സുയോഗ് എന്നാണ് അനുജന്റെ പേര്. തിരുവനന്തപുരം സ്വദേശിയായ സോനു പഠിച്ചതും വളർന്നതും ബാംഗ്ലൂർ, കർണാടകയിലാണ്. സോനുവിന്റെ അച്ഛൻ സതീഷ് കുമാർ മർച്ചന്റ് നേവിയിലാണ് ഉദ്യോഗസ്ഥനായിരുന്നത്. അമ്മ ശ്രീകല ഹോമിയോപ്പതി ഡോക്ടറായിരുന്നു. തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു അമ്മ ജോലി ചെയ്തിരുന്നത്. തിരുവനന്തപുരം മാർവാനിയസ് കോളേജിൽ നിന്നും വഴുതക്കാട് വുമൻസ് കോളേജിൽ നിന്നുമാണ് സോനു തന്റെ ബിരുദവും ബിരുദാനന്തര ബിരുദവും പൂർത്തിയാക്കിയത്. കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഡോക്ടർ ആകുക എന്നൊരു സ്വപ്നമായിരുന്നു സോനുവിന് ഉണ്ടായിരുന്നത്. എന്നാൽ അമ്മയുടെ ആഗ്രഹവും അതുതന്നെയായിരുന്നു. ഒപ്പം തന്നെ ഒരു നർത്തകിയാവുക എന്നൊരു ആഗ്രഹവും അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 3ാം വയസ്സു മുതലാണ് സോനു നൃത്തം അഭ്യസിച്ച് തുടങ്ങിയത്. കുച്ചിപ്പുടിയിലും ഭരതനാട്യത്തിലും ഡിപ്ലോമകൾ ചെയ്തിട്ടുള്ള സോനു അലൈൻ യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ കുച്ചിപ്പുടിയിൽ PGയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ പഠനകാലത്ത് ഡാൻസുകളിലും നാടകങ്ങളിലും എല്ലാം വളരെ ആക്റ്റീവായ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു സോനു. ഒരു നർത്തകി, അഭിനേത്രിയായി മാറുകയായിരുന്നു. 2 തവണ ജില്ലാ കലാതിലകമായിട്ടുണ്ട് സോനു. ഭരതനാട്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ ശേഷമാണ് സോനു ഇപ്പോൾ ഡോക്ടറേറ്റ് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ താരം. തമിഴകത്തും മികച്ച സ്വീകാര്യതയുള്ള നായികയാണ് സോനു. തമിഴകത്ത് അൻപേ വാ എന്ന സീരിയലിൽ വിജയ് TVയിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൽ ഒരു ശ്രദ്ധേയ റോളിൽ താരം എത്തിയിരുന്നു. 2017 ഓഗസ്റ്റ് 31 ഗുരുവായൂരിൽ വച്ചായിരുന്നു സോനുവിന്റെ വിവാഹം. ആന്ധ്ര സ്വദേശിയും ബാംഗ്ലൂരിൽ IT എഞ്ചിനീയറുമായ അജയ് ആയിരുന്നു വരൻ. ഇത് സോനുവിന്റെ 2ാം വിവാഹമാണ് എന്നാണ് വാർത്തകൾ എത്തിയത്. 2ാമത്തെ സീരിയലായ ഭാര്യയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വിവാഹം. സോനു ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ അജയും സോനുവും തമ്മിൽ അടുപ്പത്തിലാവുകയായിരുന്നു. തുടർന്ന് അജയുടെ അമ്മ വിവാഹാലോചനയുമായി എത്തുകയും തുടർന്ന് പാരമ്പര്യ ചടങ്ങുകളോടെ ആന്ധ്രാപ്രദേശിലാണ് ഇവരുടെ മോതിരമിടൽ നടന്നത്. തുടർന്ന് ഓഗസ്റ്റിൽ ഇരുവരും വിവാഹിതരായി. ഇവരുടെ വെഡ്ഡിംഗ് ടീസറും വീഡിയോകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു. ഇത് സോനുവിന്റെ ആദ്യ വിവാഹമല്ല, 2ാം വിവാഹമാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ എത്തിയിട്ടുണ്ട്. പല മാധ്യമങ്ങളിലും സോനുവിന്റെ 2ാം വിവാഹമാണ് എന്ന തരത്തിലാണ് വാർത്തകൾ എത്തിയത്. എന്നാൽ ഇതിനെക്കുറിച്ച് ഇതുവരെയും സോനു പ്രതികരിച്ചിട്ടില്ല. സിനിമാ സീരിയൽ നടനായ ആദിത്യനായിരുന്നു സോനുവിന്റെ ആദ്യ ഭർത്താവ് എന്നായിരുന്നു വിവരം. അമ്മ, സ്നേഹത്തൂവൽ, ദത്തുപുത്രി, സീത തുടങ്ങിയ ഹിറ്റ് സീരിയലുകളിലൂടെ ശ്രദ്ധേയനായ നടനാണ് ആദിത്യൻ. അറിയപ്പെടുന്ന സീരിയൽ നടനും സിനിമാ നടൻ ജയന്റെ സഹോദരി പുത്രനും കൂടിയാണ് ആദിത്യൻ. ആദിത്യനാണ് സോനുവിന്റെ ആദ്യ ഭർത്താവ് എന്നാണ് വിവരങ്ങൾ. സോഷ്യൽ മീഡിയയിലും ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾ ഉണ്ട്. ഒട്ടുമിക്ക സീരിയലുകളിലും നെഗറ്റീവ് റോളുകളിലാണ് ആദിത്യൻ എത്താറ്. ആദിത്യനുമായുള്ള വിവാഹമോചനത്തിന് ശേഷമാണ് സോനു അഭിനയത്തിലും നൃത്തത്തിലും സജീവമായത്. തുടർന്ന് അജയുമായുള്ള 2ാം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയായിരുന്നു.
എന്നാൽ സോനുവിന്റേത് രണ്ടാം വിവാഹമാണെന്നും ആദ്യ ഭർത്താവ് ജയന്റെ സഹോദരി പുത്രൻ ആദിത്യൻ ജയനാണെന്നതും പ്രേക്ഷകർക്ക് ഞെട്ടൽ ഉണ്ടാക്കുകയായിരുന്നു. നിരവധി വിവാഹ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ആളാണ് ആദിത്യൻ ജയൻ. എന്നാൽ തന്റെ ആദ്യ ഭർത്താവ് ആദിത്യൻ ജയനാണെന്നോ തന്റേത് രണ്ടാം വിവാഹമാണെന്നോ ഒരിടത്തും സോനു പറഞ്ഞിട്ടില്ല. ഈ വാർത്തകളോടൊന്നും സോനു ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് അറിയില്ല. ആദിത്യൻ ജയനും സോനുവിന്റെ പേര് ഒരിടത്തും പറഞ്ഞിട്ടില്ല. എന്നാൽ സീരിയൽ നടിയാണ് താരത്തിന്റെ ആദ്യ ഭാര്യയെന്ന് താരം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സഫലമാക്കാനുള്ള യാത്രയിലാണ് സോനു. പഠിക്കാൻ വലിയ ആഗ്രഹമാണ് തനിക്കെന്ന് സോനു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോനുവിന്റെ അമ്മ ഡോക്ടറായിരുന്നു. തന്നെയും ഡോക്ടറാക്കണമെന്നായിരുന്നു അമ്മയുടെ ആഗ്രഹം. എന്നാൽ തനിക്ക് മെഡിസിന് അഡ്മിഷൻ കിട്ടിയില്ല. ഇപ്പോൾ ഡബിൾ PG ഉണ്ട്. അധികം വൈകാതെ ഡോക്ടറേറ്റ് നേടി അമ്മയുടെ ആഗ്രഹം പോലെ ഡോക്ടർ സോനു സതീഷ് ആകാനുള്ള ആഗ്രഹം സഫലമാക്കാനുള്ള യാത്രയിലാണ് സോനു ഇപ്പോൾ.